ആഭരണ പ്രേമികൾക്ക് ആശ്വാസമായി കേരളത്തിൽ സ്വർണ്ണ വെള്ളി വില കുറഞ്ഞ നിരക്കിൽ തന്നെ തുടരുന്നു. തിങ്കളാഴ്ച സ്വർണത്തിന് 200 രൂപ കുറഞ്ഞിരുന്നു. ഒരു പവന് 53,360 രൂപയാണ് ഇന്നത്തെ വിപണി വില. രണ്ടാഴ്ചക്കിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിത്. $ഡോളർ ശക്തമാകുന്നതാണ് സ്വർണ്ണവില ഇടിയാനുള്ള കാരണമായി വിലയിരുത്തുന്നത്. ഓഗസ്റ്റ് അവസാന ആഴ്ച മുതൽ തന്നെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 4 ദിവസത്തിനിടെ 360 രൂപയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞത്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5530 രൂപയിലെത്തി. ഇതോടെ 18 ക്യാരറ്റ് സ്വർണത്തിന് കേരളത്തിൽ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. വെള്ളിവില ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 89 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ചിങ്ങമാസം വിവാഹകാലം കൂടിയായതിനാൽ ഒരുമിച്ച് സ്വർണം വാങ്ങുന്നവർക്ക് സ്വർണ്ണവിലയിലെ ഇടിവ് ആശ്വാസം നൽകുന്നു. എന്നിരുന്നാൽ തന്നെയും നികുതികളും മിനിമം 5% പണിക്കൂലിയും ചേർത്ത് ഏകദേശം 57,000 രൂപയായിരിക്കും ഒരു പവൻ സ്വർണം വാങ്ങാൻ നൽകേണ്ടി വരിക. വരുന്ന ഞായറാഴ്ച മാസത്തെ ഏറ്റവും മികച്ച മുഹൂർത്തമാണെന്ന് കരുതപ്പെടുന്നു. ഗുരുവായൂർ അമ്പലത്തിലടക്കം റെക്കോർഡ് വിവാഹ ബുക്കിംഗുകളാണ് അന്നേ ദിവസമുള്ളത്. ഇതുവരെ വില മുകളിൽ പിടിച്ചു നിർത്തിയേക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതിനു പിന്നാലെ ഓണം, വിനായക ചതുർത്ഥി, ദീപാവലി അടക്കമുള്ള ആഘോഷങ്ങൾ എത്തുന്നുണ്ട്. ഉത്സവകാലത്ത് സ്വർണ്ണവില മുകളിൽ തുടരുന്നത് പതിവാണ്. നിലവിലെ സാഹചര്യത്തിൽ ആഭരണ പ്രിയർ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലത്. ബുക്കിംഗുകൾ സ്വീകരിക്കുക. ബുക്കിംഗുകൾ വഴി വില കുതിച്ചാൽ ബുക്കിംഗ് നിരക്കിലും, വില കുറഞ്ഞാൽ വിപണി നിരക്കിലും സ്വർണം സ്വന്തമാക്കാം. നിക്ഷേപകർ ഒരു തിരുത്തലിനു വേണ്ടി കാത്തിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഉത്സവ സീസൺ കണക്കിലെടുക്കുമ്പോൾ തിരുത്തൽ വൈകിയേക്കാം. അതിനാൽ തന്നെ ആവറേജിങ്ങിനുള്ള പണം കരുതി നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. കഴിഞ്ഞ മാസം സ്വർണ്ണവിലയിൽ 3000 രൂപയുടെ മാറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനേക്കാൾ മുന്നേറ്റം ഈ മാസം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ സ്വർണ്ണവിലയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതും വലിയ മാറ്റമാണ്. കേരളത്തിൽ സ്വർണ്ണവില പവന് 53,360 രൂപയാണ്. ഗ്രാമിന് 6,670 രൂപയും. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,530 രൂപയാണ് നൽകേണ്ടത്. വെള്ളിയുടെ വില ഗ്രാമിന് 89 രൂപയാണ്. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 58,000 രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കാം. പണിക്കൂലി, നികുതി എന്നിവ ചേർത്താണിത്. ചെറിയ തോതിലുള്ള ഹോൾമാർക്കിംഗ് ചാർജും സ്വർണ്ണാഭരണങ്ങൾക്ക് ഈടാക്കും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,495 ആണ്. നേരത്തെ 2,520 വരെ ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഈ ഇടിവ് തന്നെയാണ് കേരള വിപണിയിൽ വില ഉയരാത്തതിന് കാരണം. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ ഇടിയുന്നതിന് തത്തുല്യമായി കേരളത്തിൽ വില കുറയുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില, ഡോളർ, രൂപ മൂല്യനിരക്ക്, മുംബൈയിലെ സ്വർണ്ണവില എന്നിവ ഒത്തുനോക്കിയാണ് എല്ലാ ദിവസവും കേരള സ്വർണ്ണ വിപണിയിൽ വില നിശ്ചയിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളും ഇതേ മാർഗമാണ് തുടരുന്നത്. ചില സംസ്ഥാനങ്ങളിലെ വ്യാപാരികൾ മുംബൈ വില മാത്രം അടിസ്ഥാനമാക്കുന്നു. രാജ്യത്ത് മൊത്തം ഏകീകൃത വില എന്ന ചർച്ച സജീവമാണ്. ഈ മാസം ഇക്കാര്യത്തിൽ നിർണായക തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോളർ സൂചിക 101.35 എന്ന നിരക്കിലാണ് തുടരുന്നത്. രൂപയുടെ മൂല്യം 83.97 എന്ന നിരക്കിലും. ഡോളർ ഇനിയും കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില ഇടിയും. ഡോളറുമായി മത്സരിക്കുന്ന പ്രധാന 6 കറൻസികളുടെ മൂല്യം ഇടിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണിത്. മൂല്യം കുറയുന്ന കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ വലിയ വില കൊടുക്കേണ്ടതായി വരും. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഈ മാസം പ്രഖ്യാപനമുണ്ടായേക്കും. അതോടെ സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ തൊഴിൽ റിപ്പോർട്ട് വൈകാതെ പുറത്തുവരും. അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള കണക്കുകൾ വരുന്നതോടെ ഔൺസ് സ്വർണ്ണവില $2,600 വരെ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. മറിച്ചുള്ള ഘടകങ്ങൾക്ക് മേൽക്കൈ വന്നാൽ സ്വർണ്ണവില $2,400 വരെ കുറയാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.